സഹോദരാ സഹോദരി, മരണം മനുഷ്യന്, അതായത് മരിക്കുന്ന വ്യക്തി മരിച്ച് ലോകത്തെ വിട്ടു പോകുന്നു. എന്നാൽ ജീവിച്ചിരിക്കുന്നവർക്ക് ദുഃഖത്തെ കൊടുക്കുകയാണ്, വേദനയെ അവശേഷിപ്പിക്കുകയാണ്. ഇത് ഈ കാലത്തുള്ളതായ ഒരു കാര്യമല്ല. മനുഷ്യൻ ജനിച്ച അന്നു മുതൽ ഇന്നുവരെയും ഏതു കുടുംബത്തിൽ മരണം സംഭവിച്ചാലും ആ വീട്ടിൽ ദുഃഖമാണ്, വേദനയാണ്, ആ കുടുംബത്തിൽ ശോകമാണ്, സങ്കടമാണ്. എന്നാൽ ദൈവത്തിന്റെ ദൂതൻ നൽകുന്നതായ സന്ദേശം ശാന്തിയുടെ സന്ദേശമാണ്. എന്താണത്? യേശു മരിച്ചതായുള്ള വാർത്ത എല്ലാവരും അറിഞ്ഞു. അത് കൺമുൻപിൽ കണ്ടതായ ആ സ്ത്രീകൾ യേശുവിന്റെ ശരീരത്തിന് സുഗന്ധദ്രവ്യങ്ങൾ പൂശുവാൻ വേണ്ടി വന്നപ്പോൾ അവർ കണ്ടതായ ആ ദൈവദൂതൻ പറഞ്ഞതായ കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ ഭയപ്പെടരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ ഭയപ്പെടരുത്, ദുഃഖിക്കരുത്, കണ്ണുനീരൊഴുക്കരുത്. എന്താണ് കരയേണ്ടെന്ന് പറയുന്നത്? കണ്ണുനീരൊഴുക്കേണ്ട എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ദുഃഖിക്കേണ്ടെന്നാണോ ഇപ്പോൾ പറയുന്നത്? യേശുക്രിസ്തുവിനെ കൊന്നുകളയുവാനിടയായി യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചു കൊന്നു. ഞങ്ങളുടെ യേശു മരിച്ചുപോയി, കരയേണ്ടെന്നാണോ പറയുന്നത്? അതെ, കരയേണ്ടതായ കാര്യം ഇല്ല. അതെന്താണ്? യേശുക്രിസ്തു ക്രൂശിൽ കിടന്നതായ സമയത്ത് 7 മൊഴികൾ പറഞ്ഞിരുന്നു. അതിൽ 7ാമത്തെ മൊഴി എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? സകലതും നിവർത്തിയായി എന്നാണ് പറഞ്ഞത്. യേശുക്രിസ്തു പറഞ്ഞതായ 6ാമത്തെ മൊഴി സകലതും നിവർത്തിയായി. സകലതും നിവർത്തിയായി. എപ്പോഴാണോ യേശുക്രിസ്തു സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞത്, അതിന്റെ അർത്ഥമെന്താണ്? എന്റെ കർത്തവ്യം പൂർത്തിയായി, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രധാന പുരോഹിതന്മാർ, അധികാരികൾ, അവിടെയുണ്ടായിരുന്ന സകല വ്യക്തികളും എന്തു വിചാരിച്ചുവെന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ കഥ കഴിഞ്ഞിരിക്കുന്നു, യേശുക്രിസ്തുവിന്റെ കഥ കഴിഞ്ഞിരിക്കുന്നു. ദൈവചിത്ത സ്ഥിതിക്ക് യേശുക്രിസ്തുവിന്റെ കഥ കഴിഞ്ഞതല്ല, യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ഏൽപ്പിച്ചതായ കാര്യങ്ങൾ അത് പൂർത്തീകരിച്ചു എന്നാണ് പറഞ്ഞത്. എന്നാൽ അവർ വിചാരിച്ചു യേശുക്രിസ്തുവിന്റെ കഥ കഴിഞ്ഞുപോയെന്ന്. ഇവൻ മരിച്ചുപോയിരിക്കുന്നു. അന്നത്തെ ആ വെള്ളിയാഴ്ച യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചു യേശുവിന്റെ കഥ കഴിഞ്ഞുപോയെന്ന്. എന്നാൽ പ്രിയമുള്ളവരെ കേൾക്കൂ, അവർ ഒരു സത്യം മറന്നുപോയിരുന്നു. എന്താണത്? ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് കർത്താവ് പറഞ്ഞതായ വാക്ക് അവർ ഓർത്തില്ല. അന്നത്തെ ആ വെള്ളിയാഴ്ച അവർക്ക് ദുഃഖത്തെ കൊടുത്തു. അന്നത്തെ ആ വെള്ളിയാഴ്ച അവർക്ക് കണ്ണുനീർ കൊടുത്തു. ആ വെള്ളിയാഴ്ച അവരുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ കൊടുത്തു. എന്നാൽ അവർ മറന്നുപോയിരുന്നു. അധികാരികൾ മറന്നുപോയിരുന്നു. ആത്മീയർ മറന്നുപോയിരുന്നു. എന്താണ്? ഈ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് ഇനി ഒരു ഞായറാഴ്ചയുണ്ടെന്ന്. ഞായറാഴ്ച വരുവാനിടയായി. ഞായറാഴ്ച കടന്നുവന്നു. ആ വെള്ളിയാഴ്ച ആയതായ സമയത്ത് ഇരുട്ടുണ്ടായിരുന്നപ്പോൾ തന്നെ യേശു പറഞ്ഞതനുസരിച്ച് അവൻ മരണത്തെ ജയിച്ച് ഉയർത്ത് എഴുന്നേറ്റു. എല്ലാവരും വിചാരിച്ചു യേശുവിന്റെ ജീവിതം വെള്ളിയാഴ്ച അവസാനിച്ചുവെന്ന്. എന്നാൽ അവർ ഒരു കാര്യം മറന്നുപോയി, ഒരു ഞായറാഴ്ച കടന്നുവരുവാനുണ്ടെന്ന്. ഞായറാഴ്ച കടന്നുവന്നപ്പോൾ യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവർ മറന്നുപോയി. ആ ഞായറാഴ്ച അവൻ പറഞ്ഞതുപോലെ തന്നെ ഉയർത്ത് എഴുന്നേൽക്കാനിടയായി. ആ വെള്ളിയാഴ്ച ദുഃഖത്തിന്റെ വെള്ളിയായിരുന്നു. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ളവരുണ്ടോ? ദുഃഖത്തിലായിരിക്കുന്നവർ, വേദനയിലായിരിക്കുന്നവർ, കണ്ണുനീർ താഴ്വരയിൽ കൂടി പോകുന്നവർ, എന്റെ കഥ കഴിയാൻ പോകുന്നുവെന്ന് പറയുന്നവർ, എനിക്കിനി ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്നവർ ആരെങ്കിലും നമ്മുടെ മധ്യയിലുണ്ടോ? എങ്കിൽ നിങ്ങൾക്കൊരു ശുഭവാർത്ത. ആ ശുഭവാർത്ത എന്താണ്? യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലും അനേകർ വിചാരിച്ചു ആ വെള്ളിയാഴ്ച അവന്റെ കഥ കഴിഞ്ഞുവെന്ന്. ഇതോടുകൂടി അവന്റെ കഥ കഴിഞ്ഞിരിക്കുന്നു എന്ന് വിചാരിച്ചു. നിന്റെ ജീവിതത്തിൽ നീ ഇങ്ങനെ വിചാരിച്ചിരിക്കാം, എന്റെ കഥ കഴിയാൻ പോകുകയാണ്, ഇനി ഞാൻ ജീവിച്ചിരിക്കുകയില്ല, ഇനിയും എനിക്കൊരു ജോലി കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, എന്റെ ഭർത്താവിനോടൊപ്പം ഭാര്യയോടൊപ്പം ഇനിയൊരു കുടുംബജീവിതം എനിക്ക് കഴിയുകയില്ല, ഇനി എനിക്ക് പഠനത്തിൽ വിജയം നേടുവാൻ കഴിയില്ല, സാമ്പത്തികമായി ഉയർച്ച നേടുവാൻ എനിക്ക് കഴിയില്ല. ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ കഥ കഴിയാൻ പോകുന്നു എന്ന് തോന്നുമാറുള്ളതായ സംഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ശുഭവാർത്ത. ഒരു ഞായറാഴ്ച വരാൻ പോകുന്നു. അതായത് നിങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കി ദൈവം മാറ്റാൻ പോകുന്ന ദിവസം വരാൻ പോകുന്നു. നിന്നിലുള്ളതായ ദുഃഖത്തെയും കണ്ണുനീരിനെയും നിന്റെ വേദനയെയും തുടച്ചു മാറ്റാൻ പോകുന്ന ദിവസം വരാൻ പോകുന്നു. യേശുക്രിസ്തു
ആ ഞായറാഴ്ച ഉയർത്ത് എഴുന്നേറ്റു. ദൈവത്തിന്റെ ദൂതൻ നൽകുന്ന സന്ദേശം എന്താണെന്നറിയാമോ? ശാന്തിയുടെ സന്ദേശം. സമാധാനത്തോടെ ആയിരിപ്പീൻ. നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല, കണ്ണുനീരൊഴുക്കേണ്ടതായ കാര്യമില്ല. എന്നാൽ പ്രിയ സഹോദരാ, സഹോദരി, ഈ ദിവസം മനുഷ്യനൊന്നിനെയും ഭയപ്പെട്ടില്ല എങ്കിലും നിശ്ചയമായിട്ടും മരണത്തെ ഭയപ്പെടും. എനിക്ക് മരണത്തെ ഭയമില്ല എന്ന് ധൈര്യത്തോടെ പറഞ്ഞാലും വെല്ലുവിളിച്ചാലും മരിക്കേണ്ടതായ നിമിഷം കടന്നുവരുമ്പോൾ തീർച്ചയായും ഭയപ്പെട്ടു പോകും. ജീവിക്കണമെന്നുള്ള ആഗ്രഹം പറയും. കാരണം എന്തെന്നറിയാമോ? അവൻ മരിച്ചു കഴിഞ്ഞാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവന് അറിയാത്തതുകൊണ്ടാണ്. മരണശേഷം തനിക്കെന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് അറിയാത്തതുകൊണ്ടാണ്. ഈ ദിവസം മരണക്കിടക്കയിലായിരിക്കുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അവർക്ക് വലിയ ആഗ്രഹമുണ്ട്, 1 മണിക്കൂർ കൂടെ ജീവിച്ചിരിക്കണം, ഇനി 1 ദിവസം കൂടെ ജീവിച്ചാൽ നല്ലതാണ്. എന്തുകൊണ്ടെന്നാൽ മരണശേഷം അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ മരിക്കുകയാണെങ്കിൽ അതിൻ്റെ ശേഷം ഞാൻ എവിടേക്കാണ് പോകുന്നത്? മരണശേഷം ഞാൻ കണ്ണുകളടച്ചാൽ പിന്നെ എവിടെ ചെന്ന് കണ്ണു തുറക്കും എന്നുള്ളതായ ചോദ്യം മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ സ്വസ്ഥതയെ കെടുത്തുന്നു. എന്നാലൊരു ശുഭവാർത്ത, നീ ആരാണെങ്കിലും എങ്ങനെ ജീവിക്കുന്നവനാണെങ്കിലും നിന്നെ സൃഷ്ടിച്ചവനായ ഒരു ദൈവമുണ്ട്. അവൻ നിന്നെ പ്രാണനെപ്പോലെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് നിന്റെ തെറ്റുകൾ ക്ഷമിക്കപ്പെട്ടാൽ നിനക്ക് സ്വർഗ്ഗത്തിൽ വസിക്കാൻ കഴിയും. അതിനുവേണ്ടി അവൻ തന്നെ ഇറങ്ങിവന്ന് നിനക്ക് വേണ്ടി മരിച്ചു. ഈ ശുഭവാർത്ത നീ ഇന്ന് കേട്ടുവല്ലോ. എങ്കിൽ ആ കർത്താവിനെ നീ വിശ്വസിച്ചാൽ അവൻ നിന്റെ പാപങ്ങൾ ക്ഷമിച്ച് നിന്നെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ വെള്ളിയാഴ്ച പാപികളായ മനുഷ്യർക്കു വേണ്ടി നീ ക്രൂശിൽ മരിച്ചു. ഞങ്ങൾക്ക് വരേണ്ടിയിരുന്ന സകല ശിക്ഷയും നീ വഹിച്ചു. മനുഷ്യൻ ചെയ്തതായ പാപത്തിന്റെ പകരമായി മനുഷ്യൻ ശിക്ഷ വഹിക്കേണ്ടിയിരുന്നു. എന്നാൽ ക്രൂശിൽ സകല മാനവരാശിയുടെ പാപവും നീ സ്വയം ഏറ്റെടുത്തു. ഞങ്ങൾക്ക് വരേണ്ടിയിരുന്ന മരണശിക്ഷ നീ അനുഭവിക്കുവാനിടയായി. ലോകം വിചാരിച്ചു യേശു മരിച്ചതോടുകൂടി അവന്റെ കഥ കഴിഞ്ഞുവെന്ന്. എന്നാൽ ഞായറാഴ്ച വരുവാനിടയായി. സർവസൃഷ്ടികർത്താവാകൊണ്ട്, സർവശക്തനായിരിക്കുന്ന ദൈവമാകൊണ്ട്, മരണത്തിന് നിന്നെ ഒതുക്കുവാൻ കഴിയാതിരുന്നതുകൊണ്ട് മരണത്തെ ജയിച്ച് നീ ഉയർത്തെഴുന്നേറ്റു. ഈ ദിവസവും ആ കല്ലറ തുറന്നുകിടക്കുന്നു. ആ കല്ലറയിൽ നീയില്ല. എന്തുകൊണ്ടെന്നാൽ നീ ഇന്നും ജീവനോടിരിക്കുന്ന കർത്താവാണ്. ജീവിക്കുന്ന മനുഷ്യന് ജീവനുള്ള ദൈവം വേണം. ആ ദൈവമായി നീ ഇരിക്കുന്നതുകൊണ്ട് നിന്നെ സ്തുതിക്കുന്നു. നീ എങ്ങനെയാണോ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത്, നിന്നെ വിശ്വസിക്കുന്ന ആളുകളും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള വാഗ്ദത്തം നീ അവർക്ക് കൊടുത്തിരിക്കുന്നുവല്ലോ. നീ ഇരിക്കുന്നിടത്ത് ഞങ്ങളും ഇരിക്കേണ്ടതിനു വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നീ സ്ഥലം ഒരുക്കുകയാണല്ലോ. അതായത് ആരാണെങ്കിലും, ലോകത്തിലുള്ള ആരാണെങ്കിലും ശരി, നിന്നെ വിശ്വസിച്ചാൽ മതി, നീ നൽകുന്ന പാപക്ഷമ സ്വീകരിച്ചാൽ മതി, അവർക്ക് നിത്യജീവൻ ലഭിക്കാനിടയാകും. അതിനുള്ള ഭാഗ്യം കർത്താവേ, ഈ സന്ദേശം കേട്ടവരായ സകല വ്യക്തികൾക്കും കൊടുക്കണമേ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ് പിതാവേ. ആമേൻ.